കൊടും ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വർധന. ഇന്നലെ മൊത്തം വൈദ്യുതി ഉപഭോഗം 115.28 ദശലക്ഷം യൂണിറ്റാണ്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5950 മെഗാവാട്ടാണ്. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട്. അലക്സ്, ഈ വൈദ്യുതി ഉപഭോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് വൈദ്യുതി മന്ത്രി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല, അല്ലേ? അനൂപ, തീർച്ചയായും സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ വർധനവ് തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഒക്കെയായി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യാഴാഴ്ച ദിവസം, അതായത് ഇന്നലെ ദിവസത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ വ്യാഴാഴ്ചത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം 115.28 ദശലക്ഷം യൂണിറ്റാണ്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത, അതായത് പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത ഏതാണ്ട് 6000 മെഗാവാട്ടിനടുത്തേക്ക് എത്തുന്നു. 5950 മെഗാവാട്ടാണ് ഇന്നലത്തെ പീക്ക് ടൈമിലെ ആവശ്യകതയായി ഉയർന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3 ദിവസങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന വൈദ്യുതി വർധനവാണ് ഈ വ്യാഴാഴ്ച ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ KSEB അറിയിക്കുന്നത് സംസ്ഥാനത്തെ KSEB ഡാമുകളിൽ ഏതാണ്ട് 32.6% ജലമാണ് അവശേഷിക്കുന്നത്. അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ജലമാണ് അവശേഷിക്കുന്നത്. അത് ഏതാണ്ട് 1350 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനത്തിന് മാത്രമേ ആ ജലം തികയുകയുള്ളൂ എന്നാണ് KSEB വിലയിരുത്തുന്നത്. അതായത് വേനൽമഴ ലഭിക്കണം, ഡാമുകളിൽ ജലം എത്തണമെങ്കിൽ. വേനൽമഴ കാര്യമായി ലഭിച്ചില്ല എങ്കിൽ വൈദ്യുതി ഉൽപ്പാദനം പ്രതിസന്ധിയിലേക്ക് നീങ്ങും. അങ്ങനെയെങ്കിൽ നിയന്ത്രണം എന്നുള്ളത് ആലോചിക്കേണ്ടി വരും എന്നാണ് KSEB അറിയിക്കുന്നത്, വ്യക്തമാക്കുന്നത്. യെസ്, തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.